ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. കൊച്ചി കോർപ്പറേഷനിലെ മുൻ കൌൺസിലർക്ക് കുത്തേറ്റു. ഗ്രേസി ജോസഫിനാണ് കുത്തേറ്റത്. ഗ്രേസി ജോസഫിന്റെ മകനാണ് കുത്തിയത്. മകൻ ലഹരിക്കടിമയാണ്. റാഫി കരീം കൊച്ചിയിൽ നിന്ന് ചേരുന്നു. റാഫി, എന്താണ് സംഭവിച്ചത്? രാത്രി 8 മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ വീട്ടിൽ വെച്ച് ലഹരിക്കടിമയായ മകനിൽ നിന്നാണ് ഇത്തരത്തിലൊരു ആക്രമണം മുൻ കൗൺസിലറായ ഗ്രേസി ജോസഫിന് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ നഗരസഭാ കാലഘട്ടത്തിൽ UDFന്റെ കൗൺസിലറായിരുന്നു ഗ്രേസി ജോസഫ്. ഈ കൗൺസിലറായ ഗ്രേസി ജോസഫിന്റെ മകനാണ് കത്തി ഉപയോഗിച്ച് ഗ്രേസി ജോസഫിനെ കുത്തിയതെന്നാണ് മനസ്സിലാകുന്നത്. ലഹരി ഉപയോഗിച്ചെത്തിയ മകനുമായി ഉണ്ടായ തർക്കവും പിന്നീട് വലിയ ബഹളമായി മാറുകയായിരുന്നു. ഇതിനുശേഷം മകൻ ഗ്രേസി ജോസഫിനെ ആക്രമിച്ചു എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സാരമായി പരിക്കേറ്റ ഗ്രേസി ജോസഫ് ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഗ്രേസി ജോസഫിന് പരാതികളില്ല എന്ന് പോലീസിനെ അറിയിച്ചു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ശരി, റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്.